ദൈവജനമേ, ഓരോ വിശുദ്ധ കുർബാനയും സൗഖ്യം നൽകുന്ന കുർബാനയാണ്. കർത്താവായ ഈശോ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ രോഗികളാണ്. ഈശോ വൈദ്യന്മാരുടെ എല്ലാം വൈദ്യനാണ്. കർത്താവായ ഈശോ വന്നതും സൗഖ്യം നമുക്ക് നൽകാൻ വേണ്ടി തന്നെയാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 26-ാം വചനം പറയുന്നു. ആ സുഖപ്പെടുത്തുന്ന കർത്താവ് തന്നെ ഓരോ വിശുദ്ധ കുർബാനയിലും സൗഖ്യദായകനായി നമ്മുടെ കൺമുൻപിലുണ്ട്. നാം കാണണം, അവിടുത്തെ വചനം ശ്രവിക്കണം. അവിടുന്ന് നമ്മോട് പറയുവാനുള്ളത് ശ്രദ്ധാപൂർവം നാം എളിമയിൽ കേൾക്കാൻ ശ്രമിക്കണം. മനുഷ്യരായ നമ്മളെല്ലാവരും 5 മേഖലകളുണ്ട്: ആത്മാവിൻ്റെ, മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, സ്വഭാവത്തിൻ്റെ, ജീവിതത്തിൻ്റെ മേഖലകൾ. പാപം ഒരു വ്യക്തിയുടെ ആത്മാവിൽ രോഗം വരുത്തുന്നു. ആന്തരിക മുറിവുകൾ ഒരു വ്യക്തിയുടെ മനസ്സിന് രോഗം വരുത്തുന്നു. ശാരീരിക രോഗങ്ങൾ ഒരു വ്യക്തിയെ ശാരീരിക രോഗിയാക്കി മാറ്റുന്നു. സ്വഭാവത്തിലെ വൈകല്യം ഒരു വ്യക്തിയെ സ്വഭാവത്തിൽ രോഗമുള്ള വ്യക്തിയാക്കി മാറ്റുന്നു. ജീവിതത്തിലെ ദുഃഖം, നിരാശ, പരാതി, ഇതെല്ലാം ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ രോഗങ്ങളാകും. ഈ 5 മേഖലകളുള്ള രോഗത്തെ സുഖപ്പെട്ട് കിട്ടണമെങ്കിൽ ഈ 5 മേഖലകളെയും ചേർത്ത് വച്ചിരിക്കുന്ന മനസ്സിൻ്റെ തലം സൗഖ്യപ്പെടണം. ആന്തരിക മുറിവുകൾ സൗഖ്യമായി മാറുമ്പോഴാണ് മറ്റ് 4 മേഖലകളിലും പൂർണ്ണമായിട്ടും ആരോഗ്യത്തെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. മനസ്സിൻ്റെ മേഖലയിലുള്ള മുറിവുകൾക്ക്, സ്വഭാവ വൈകല്യങ്ങൾക്ക്, ശാരീരിക രോഗങ്ങൾക്ക്, പാപം ചെയ്യുന്ന പ്രവണതയിലേക്ക് പോകുന്ന അവസ്ഥകൾക്കൊക്കെ എല്ലാം എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തുന്ന ഈശോ എന്നെ തൊടണം. ഈ 5 മേഖലയിലും ഈശോ സൗഖ്യം തരുന്നു. കർത്താവായ ഈശോ ഈ 5 മേഖലയിലും നമുക്ക് സൗഖ്യം തരണമെങ്കിൽ നാം എളിമപ്പെടണം. സൗഖ്യം കിട്ടണമെങ്കിൽ മനസ്സിൻ്റെ മേഖലയിലെ സൗഖ്യത്തിലൂടെ മറ്റ് മേഖലയിലേക്ക് ശക്തി ഒഴുകാൻ ഇടയാകണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. മനസ്സിൻ്റെ മേഖലയെ സുഖപ്പെടുത്താൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്ന് തിരിച്ചറിയുക. എങ്ങനെയാണ് ഈശോ മനസ്സിൻ്റെ മേഖലയിലെ സൗഖ്യത്തിലൂടെ മറ്റ് മേഖലകളിൽ സൗഖ്യം തരുന്നത്? നാം അഹങ്കാരം മാറ്റി എളിമപ്പെട്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മുടെ രൂപാന്തരീകരണത്തിന് വേണ്ടി ദൈവം അനുവദിച്ച അവസ്ഥകളാണെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവെ സുഖപ്പെടുത്തണമേ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ നാം സുഖപ്പെടും.